രാവിലെ തൊട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഓട്ടപ്പാച്ചിലിലാണ് ഞങ്ങൾ. ആദ്യം എഴുതി അത് തെറ്റി, രണ്ടാമത് എഴുതി അതും തെറ്റി, മൂന്നാമത് എഴുതിയപ്പോഴാണ് ശരിയായത്. ഒന്ന് പിഴച്ചാൽ മൂന്നെന്നാണല്ലോ. അത് ഈ കാര്യത്തിൽ എന്തായാലും സത്യമായിട്ട് വന്നിട്ടുണ്ട്. അല്ലേ, ഒരു വിധത്തിൽ അതൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചപ്പോഴാണ് അടുത്ത വള്ളി. പശയില്ല ഫോട്ടോ ഒട്ടിക്കാൻ. ഇനിയിപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അതിനും ഓട്ടമായിരുന്നു. എവിടെ ചെന്ന് ചോദിച്ചിട്ടും പശയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. വേറെ സംഭവമൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെയും പശ തപ്പാനായിട്ട് പോയി. അപ്പോഴത്തേക്കും ഓഫീസ് റൂമിൽ പോയപ്പം അവിടെ ഇല്ല, എല്ലാവരും താഴത്തായിരുന്നു. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി തിരക്കി, അവിടെ ഇല്ലായിരുന്നു. ഒരു പശയുടെ വില എന്താണെന്ന് അറിഞ്ഞത് ഇന്നാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം അത്രത്തോളം ഓടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. കടയിൽ പോയാൽ പശ കിട്ടും, പക്ഷെ എന്നാലും പൈസ കൊടുക്കണമല്ലോ. അതുകൊണ്ട് എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. പിന്നെ പശയൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പം ഒരു സമാധാനം. പിന്നെ അത് കഴിഞ്ഞ് അക്ഷയിലൊന്ന് വരണമായിരുന്നു. PSC പോലെ എക്സാംസ് എഴുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് വർക്ക് എന്നുള്ളൊരു സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, അതെല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കണേ. കാരണം അത് നമുക്ക് കിട്ടുന്നതാണ്, ആദ്യം കൊടുക്കുന്നവർക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് PSC എഴുതുന്നവരും അതുപോലെ ഇതുപോലുള്ള എക്സാംസ് എഴുതുന്നവരും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെറുതെ കിട്ടുന്ന പൈസയല്ലേ, വെറുതെ എന്തിനാണ് നമ്മൾ കളയുന്നത്? അതെങ്ങനെ കിട്ടിക്കോട്ടെ. പിന്നെ നേരത്തെ ഒരു വീഡിയോയിൽ 60 രൂപയുടെ ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോയി അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. പോയിട്ടില്ലാത്തവർ പോയി നോക്കണേ. കോളേജും സ്കൂൾ സ്റ്റുഡൻസിനും മാത്രമേ ഉള്ളൂ 60 രൂപയ്ക്ക്. പാഴ്സലിന് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ പൈസയാണ്. അവിടെ ഇരുന്ന് കഴിക്കുന്നതിന് മാത്രമാണ് 60 രൂപ. പിന്നെ അതുകൂടാതെ ഒരു ജഗ്ഗിൽ നിറച്ച് ലൈമും കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി. പിന്നെ ഇന്ന് NCC ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പം നല്ല വിശന്നാണ് വന്നത്. ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പരിപ്പുവട ഉണ്ടായിരുന്നു, അത് രണ്ടും കഴിച്ചു. എന്നിട്ടും വിശപ്പ് തീരാഞ്ഞിട്ട് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തെറ്റാ.